Good morning, one and all. Welcome to our class. Today, let's go to the next lesson. It's an eye-opening poem, Death the Leveler by James Shirley. James Shirley is known as the last of the Elizabethans, and he was a playwright also. Playwright, Playwright, നാടകകൃത്ത്. He published 4 small volumes of poems and plays. Play നാടകം എന്നുള്ള അർത്ഥം. This poem, Death the Leveler, reminds the readers that all people are equal before death. That means the egalitarian nature, EGALITARIAN, egalitarian nature of death. The great people or great warriors who reap the glory in battle must also eventually surrender to death. It is the ultimate truth in a man's life. Ultimate truth, പരമമായ സത്യം. Everyone has to surrender before death. അതിലൊരാളും എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് നോ ആർമർ എഗെയിൻസ്റ്റ് ഡെത്ത്. അതിന് എതിരായിട്ടുള്ള ഒരു പടച്ചട്ടയും ഇല്ല. അഗാലിറ്റേറിയൻ നേച്ചർ എന്ന് പറഞ്ഞാൽ സമത്വമായിട്ട് എല്ലാവരും സമന്മാരാണ്. ശക്തനും അല്ലെങ്കിൽ ശക്തിയില്ലാത്തവനും ബുദ്ധിമാനും ബുദ്ധിയില്ലാത്തവനും ധനികനും ദരിദ്രനും എല്ലാം മരണത്തിന് മുന്നേ ഈക്വലാണ്. കം ടു ദ പോം ഡെത്ത് ദ ലെവലർ, ജെയിംസ് ഷേർലി. The glories of her blood and state are shadows, not substantial things. There is no armor against fate. Death lays his icy hand on king, scepter and crown must tumble down, and in the dust be equal made with the poor crooked scythe and spade. The glories of her blood and state, glory, glamour, fame, mahatvam, kirti of earthly life, blood and state, nobility, ആൻഡ് ഓൾസോ ടൈറ്റിൽസ് അല്ലെങ്കിൽ ടൈറ്റിൽസ് നമ്മളുടെ അധികാരത്തിൻ്റെ അംഗീകാരങ്ങളുടെ ഭൗതിക ലോകത്തിൻ്റെ അലങ്കാരങ്ങൾ, നമ്മൾ ഇന്നതാണ് നമ്മൾ നേടിയിരിക്കുന്ന നേട്ടങ്ങളെല്ലാം ആർ മിയർ ഷാഡോസ്. അത് വെറും നിഴലുകൾ മാത്രം. നോട്ട് സബ്സ്റ്റാൻഷ്യൽ മീൻസ് കോൺക്രീറ്റ്, പെർമനൻറ്റ്. ഇവിടെ അതൊന്നും പെർമനൻ്റ് അല്ല, ടെമ്പററി, നൈമിഷികമാണ്. അപ്പം നീ ഈ ലോകത്ത് നേടിയിരിക്കുന്ന നേട്ടങ്ങളെന്ന് നീ സ്വയം അവകാശപ്പെട്ട് അഹങ്കരിക്കുന്ന ഈ അലങ്കാരങ്ങളും അധികാരങ്ങളും അംഗീകാരങ്ങളും എല്ലാം മിയർ ഷാഡോസ്, വെറും നിഴലുകൾ മാത്രം. മനുഷ്യ, നീ അഹങ്കരിക്കരുത്. ദർ ഇസ് നോ ആർമർ എഗനിസ്റ്റ് ഫെയ്റ്റ്. ആർമർ എന്ന് പറഞ്ഞാൽ പടച്ചട്ട, വേർഡ് മീനിങ് അതാണ്. എഗനിസ്റ്റ് ഫെയ്റ്റ്, എഫ് ക്യാപിറ്റലാണ് അവിടെ. അപ്പോൾ അവിടെ നമുക്ക് ഡെത്തിനെ തന്നെ കൊടുക്കാം. ദർ ഇസ് നോ ആർമർ എഗനിസ്റ്റ് ഡെത്ത്. ഡെത്ത് ലേസ് ഹീസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്, സെപ്റ്റർ ആൻഡ് ക്രൗൺ മസ്റ്റ് ടംബിൾ ഡൗൺ. സെപ്റ്റർ ആൻഡ് ക്രൗൺ, സെപ്റ്റർ ചെങ്കോല്, ക്രൗൺ കിരീടം. ചെങ്കോലും കിരീടവും ആരുടെ സിമ്പിൾസാണ്? അധികാരത്തിൻ്റെ സിമ്പിൾസാണ് അല്ലേ? അധികാരത്തിലിരിക്കുന്നവരുടെ, പവർഫുൾ അല്ലെങ്കിൽ കിങ്സ് അല്ലെങ്കിൽ എംപറേഴ്സ്, അപ്പോൾ അവരുടെയൊക്കെ സിമ്പിൾസാണ് സെപ്റ്റർ ആൻഡ് ക്രൗൺ, വോറിയേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം എന്ത് ചെയ്യണം? മസ്റ്റ് ടംബിൾ ഡൗൺ. അവരും കടപൊഴുകി താഴെ തന്നെ വീഴും. ആരുടെ മുന്നിൽ? അല്ലെ സറണ്ടർ ചെയ്യും. ആരുടെ മുന്നിൽ? മരണത്തിൻ്റെ മുന്നിൽ. ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ്. ഇൻ ദ ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ മണ്ണെന്നുള്ള മീനിങ്ങിൽ അല്ലെങ്കിൽ ഒരു പിടി ചാരം എന്നുള്ള മീനിങ്ങിൽ നമുക്ക് ഇവിടെ എടുക്കാം, കാരണം മരണമായതുകൊണ്ട്. ആൻഡ് ഇൻ ദ ഡസ്റ്റ് ബി ഈക്വൽ മെയ്ഡ്. ഈക്വലാണ്. ദരിദ്രനായിക്കോട്ടെ രാജാവായിക്കോട്ടെ ആര് തന്നെ ആയാലും അവർ ഈക്വലാണ്. മരണത്തിൻ്റെ മുന്നിൽ ഒരു പിടി ചാരം മാത്രം, അല്ലെങ്കിൽ മണ്ണോട് ചേർന്നാൽ ഒരു പിടി മണ്ണ് മാത്രം. വിത്ത് എ പുവർ ക്രൂക്കഡ് സൈത്ത് ആൻഡ് സ്പെയ്ഡ്. സൈത്ത് അരിവാൾ, സ്പെയ്ഡ് കൈക്കോട്ട്. ക്രൂക്കഡ് സൈത്ത്, അവിടെ ക്രൂക്കഡ് എന്നുള്ള മീനിങ് നമ്മളുടെ ഈ സിറ്റുവേഷനിൽ അതിനൊരു ബെൻഡ് എന്നുള്ള മീനിങ് കൊടുക്കാം. ബെൻഡ് എന്ന് പറഞ്ഞാൽ അല്പം ഒന്ന് വളഞ്ഞത്. അതിനൊരു കാരണമുണ്ട്. വിത്ത് എ പൂവർ ക്രൂക്കഡ് സൈത്ത് ആൻഡ് സ്പെയ്ഡ്. സൈത്ത് ആൻഡ് സ്പെയ്ഡ് എന്ന് പറഞ്ഞാൽ കോമൺ പീപ്പിളിൻ്റെ ടൂൾസാണ്, അല്ലെങ്കിൽ ഫാർമേഴ്സിൻ്റെ ടൂൾസാണ്. അപ്പോൾ അവർ അധ്വാനിച്ച് നടുവൊരൽപ്പം വളവ് വരും. കാരണം അവർ
പണിയെടുക്കുന്ന കൂട്ടത്തിലുള്ളവരല്ലേ, അതിനെ പണിയെടുക്കുന്ന വർഗത്തിലുള്ളവരാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരെ എന്നും നടുവ് എല്ലുമുറിയെ പണിയെടുത്ത് അപ്പം അല്പം ഒന്ന് നടുവ് വളയുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ക്രൂക്കട്ട് സൈഡ്, അല്ലാണ്ട് മറ്റേ മീനിങ്ങിലേക്ക് പോകരുത്. പുവർ ക്രൂക്കട്ട് സൈഡ്, പുവർ ക്രൂക്കട്ട് സൈഡും അല്ലെങ്കിൽ ഫാമേഴ്സും ആരും ഈക്വലാണ്. സെക്ടർ ആൻഡ് ക്രൗൺ എന്ന് പറഞ്ഞാൽ അധികാരത്തിലിരിക്കുന്ന അല്ലെങ്കിൽ അധികാരികളും രണ്ടുപേരും ഈക്വലാണ്. എവിടെ? മരണത്തിൻ്റെ മുന്നിൽ രണ്ടുപേരും ഈക്വലാണ്. അവിടെ ആർക്കും വ്യത്യാസമില്ല. രാജാവായാലും യാചകനായാലും സമ്പന്നനായാലും ദരിദ്രനായാലും മരണത്തിൻ്റെ മുന്നിൽ ഈക്വൽ. ദ ഗ്ലോറീസ് ഓഫ് അവർ ബ്ലഡ് ആൻഡ് സ്റ്റേറ്റ് ആർ ഷാഡോസ്, നോട്ട് സബ്സ്റ്റാൻഷ്യൽ തിങ്. ദർ ഇസ് നോ ആർമർ എഗൻസ്റ്റ് ഫെയ്റ്റ്. ഡെത്ത് ലേസ് ഹിസ് ഐസി ഹാൻഡ് ഓൺ കിങ്സ്. Scepter and crown must tumble down, in the dust be equal made with the poor crooked scythe and spade. Scythe അവിടെ SCY, അവിടെ സി സൈലൻ്റ് ആണ് കേട്ടോ, അവിടെ കേന്ന് പ്രൊനൗൺസ് ചെയ്യരുത്, സൈത്ത് എന്ന് പ്രൊനൗൺസ് ചെയ്യാവുള്ളൂ. അതുപോലെ സെപ്റ്റർ ആൻഡ് ക്രൗൺ അവിടെയും സി സൈലൻ്റ് ആണ്, സ്കെപ്റ്റർ എന്ന് പ്രൊനൗൺസ് ചെയ്യരുത്. സെപ്റ്റർ ആൻഡ് സൈ അവിടെ രണ്ടും അങ്ങനെ ആ സി സൈലൻ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാവുള്ളൂ. Some men with swords may reap the field and plant fresh laurels where they kill, but their strong nerves at last must yield. They tame but one another still. Early or late they stoop to fate and must give up their murmuring breath. When they pale captives creep to death. അസാധ്യമായ ചില ലൈൻസാണ് അതൊക്കെ. Some men with swords may reap the field, battlefield, അവിടെ ഫീൽഡ് ബാറ്റിൽ ഗ്രൗണ്ട്. സ്വേർഡ്സ് നമുക്കറിയാം വാളാണ് അല്ലേ, വാൾ ഉപയോഗിക്കുന്നവൻ എപ്പോഴും ആയുധധാരി എന്ന് പറയുമ്പോൾ എപ്പോഴും അതാരാ, അധികാരത്തിലിരിക്കുന്നവരാണ്. അപ്പോൾ ഒരുപക്ഷെ അത് വാരിയേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ യോദ്ധാക്കൾ, അല്ലെങ്കിൽ അതുപോലെ പവർഫുള്ളായിട്ടുള്ള എംപറേഴ്സ് അല്ലെങ്കിൽ കിങ്സ് ആയിരിക്കാം. എന്തായാലും മൈറ്റിയസ്റ്റ് പീപ്പിൾ നമുക്ക് അങ്ങനെ കണക്കാക്കാം. സം മെൻ വിത്ത് സ്വേർഡ്സ് മേ റീപ്പ് ചെയ്യുക, കൊയ്തെടുക്കുക. അപ്പം ബാറ്റിൽ ഫീൽഡിൽ എന്താ കൊയ്തെടുക്കുന്നത്? മറ്റുള്ളവരുടെ ജീവനാണ് കൊയ്തെടുക്കുന്നത്. ആൻഡ് പ്ലാൻ ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ. കൊന്നൊടുത്തി ലോറൽസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു ചെടിയാണ്, മരമാണ്. അത് പക്ഷേ അത് വിക്ടറിയുടെ ഒരു സിമ്പലാണ്, വിജയത്തിൻ്റെ ഒരു സിംബോളിക്കാണ് ആ ചെടി. അപ്പോൾ ആൻഡ് പ്ലാൻ ഫ്രഷ് ലോറൽസ് വേർ ദേ കിൽ, മറ്റുള്ളവരെ കൊന്നൊടുക്കി, തന്നെക്കാളും ശക്തി കുറഞ്ഞവനെ അല്ലെങ്കിൽ എതിരാളികളെ കൊന്നൊടുക്കി വിജയം വരിച്ച്, അല്ലെങ്കിൽ ഫ്രഷ് ലോറൽസ് അത് ധരിച്ച് എന്താക്കുന്നു? സ്വയം അഹങ്കരിക്കുന്നു. എന്താണെന്ന്? ഞാൻ വളരെ പവർഫുള്ളാണ്, ശക്തനാണ് എന്ന് നമ്മൾ സ്വയം അഹങ്കരിക്കുന്നു. ആ ഫ്രഷ് ലോറൽ നിങ്ങൾ വിക്ടറി എന്നൊന്ന് എഴുതി വെക്കണം അവിടെ. കാരണം റോമ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ ജൂലിയസ് സീസറിൻ്റെയൊക്കെ സ്റ്റോറിയൊക്കെ അല്ലെങ്കിൽ ആ നാടകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, അവിടെ പലപ്പോഴും അവരുടെ ഒരു ഗോഡ്ലി സ്റ്റേറ്റസിൻ്റെ സിമ്പലായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ വിക്ടറിയുടെ സിമ്പലായിട്ടാണ് ലോറൽസ് ചെടി അല്ലെങ്കിൽ ആ മരത്തിൻ്റെ കമ്പുകൾ കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെയും ആ ലോറൽസ് എന്ന് പറഞ്ഞാൽ വിക്ടറിയുടെ ഒരു സിമ്പലാണ്. ദ സ്ട്രോങ് നെർവ്സ് അറ്റ് ലാസ്റ്റ് മസ്റ്റ് ഈൽ, ദ ടൈം ബട്ട് വൺ അനദർ സ്റ്റിൽ. അവർ ദ സ്ട്രോങ് നെർവ്സ്, അപ്പോൾ മൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ശക്തനാണെന്ന് വിചാരിക്കുന്ന ആൾ പോലും അറ്റ് ലാസ്റ്റ് മസ്റ്റ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ടു ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ സറണ്ടർ ചെയ്യുക. ആരുടെ മുന്നിൽ? ദ ടൈം ബട്ട് വൺ അനദർ സ്റ്റിൽ. അവർ മറ്റുള്ളവരെ കൊന്നൊടുക്കും, അല്ലെങ്കിൽ പ്രിസണേഴ്സായിട്ട് അല്ലെങ്കിൽ ക്യാപ്റ്റീവ്സായിട്ട് കൊണ്ടുവരും, അതും അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തി എന്ന് അവകാശപ്പെടും. പക്ഷേ അവരും ആരായിത്തീരുന്നു? വിധിക്ക് മുന്നിൽ കീഴടങ്ങുന്നവരാകേണ്ടതാണ് ഒരു നാളിൽ. ഏർലി ഓർ ലേറ്റ്, ഇന്നല്ലെങ്കിൽ നാളെ. ദേ സ്റ്റൂപ്പ് ടു ഫേറ്റ്. സ്റ്റൂപ്പ് ചെയ്യുക, ബെൻഡ് ചെയ്യുക, തല കുമ്പിടുക. അവരും ആർക്ക് മുന്നിൽ തല കുനിക്കേണ്ടി വരും? മരണത്തിൻ്റെ മുമ്പിൽ. അത് ഓർമ്മ വേണം. ആൻഡ് മസ്റ്റ് ഗീവ് അപ്പ് ദ മർമറിങ് ബ്രീത്ത് വെൻ ദ പെയിൽ ക്യാപ്റ്റീവ്സ് ക്രീപ്പ് ടു ഡെത്ത്. ആൻഡ് മസ്റ്റ് ഗീവ് അപ്പ് എന്നാണ് ഉപേക്ഷിക്കുക. ദർ മർമറിങ് ബ്രീത്ത് എന്ന് പറഞ്ഞാൽ മർമറിങ്ങിന് ലോ വോയിസിൽ സംസാരിക്കുക അല്ലെങ്കിൽ പെറുപിറുക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. പക്ഷേ ഇവിടെ രോദനം, ലാസ്റ്റ് ബ്രത്തിലുള്ള ഒരു രോദനം, മരണരോദനം. മസ്റ്റ് ഗീവ് അപ്പ് ദർ മർമറിങ് ബ്രീത്ത് ആൻഡ് വെൻ ദേ പെയിൽ ക്യാപ്റ്റീവ്സ് ക്രീപ്പ് ടു ഡെത്ത്. പെയിൽ ക്യാപ്റ്റീവ്സ്, ഇന്നലെ വരെ നീ ആരെ ക്യാപ്റ്റീവ്സ് ആക്കി കൊണ്ടുവന്നു?
നിന്നേക്കാളും ശക്തി കുറഞ്ഞവരെ. അപ്പം ശക്തനാണെന്ന് സ്വയം അഹങ്കരിക്കുന്ന, അല്ലെ മൈറ്റിയാണെന്ന് സ്വയം അഹങ്കരിക്കുന്ന നീ ആരെ കൊണ്ടുവന്ന് പ്രിസണേഴ്സാക്കി? വീക്കായിട്ടുള്ളവരെ, അല്ലെ ബലമില്ല അബലന്മാരെ കൊണ്ടുവന്ന് ക്യാപ്റ്റീവ്സാക്കി. പക്ഷെ നീയും ക്യാപ്റ്റീവാണ്, നീയും പ്രിസണറാണ്. ആരുടെ മുന്നിൽ? മരണത്തിൻ്റെ മുന്നിൽ നീയും തോറ്റുപോയി. കണ്ടോ എന്തൊരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ഡെപ്തായിട്ടുള്ള ഒരു ലൈനാന്ന് നോക്കിക്കേ. ഗീവ് ദെയർ മർമറിങ് ബ്രീത്ത് വെൻ ദ പെയിൽ ക്യാപ്റ്റീവ്സ് ക്രീപ് ടു ഡെത്ത്. നീയും മരണത്തിലേക്ക് പ്രിസണറായിട്ട് നിരങ്ങി നീങ്ങുന്നു ഡെത്തിൻ്റെ മുന്നിലേക്ക്. മർമറിങ് ബ്രീത്ത്, ആ രോദനത്തോടുകൂടിയുള്ള അന്ത്യശ്വാസത്തോടുകൂടി നീയും ഒരു പ്രിസണറായിട്ട് മരണത്തിൻ്റെ മുന്നിൽ കീഴടങ്ങുന്നു. അത് നീ ഓർക്കണം എന്ന് പറയുകയാണ്. The garlands wither on your brow, then boast in no more your mighty deeds. Upon death's purple altar now see where the victim bleeds. Your head must come to the cold tomb, only the actions of just smell sweet and blossom in the dust. The garlands wither on your brow. ഇവിടെ ഗാർലൻസിന് നമ്മുടെ പൂക്കൾ അല്ലെങ്കിൽ പുഷ്പചക്രം അല്ലെങ്കിൽ ആ ഒരു മീനിങ് അല്ല, അതിനപ്പുറത്തേക്കുണ്ട്. അധികാരങ്ങൾ, ടൈറ്റിൽസ്, അംഗീകാരങ്ങൾ, ഈ ലോകം, ഈ ഭൗതിക ലോകം നിനക്ക് സമ്മാനിച്ച അധികാരങ്ങളും അംഗീകാരങ്ങളും എല്ലാം എന്ത് ചെയ്യണം? വിതർ ഓൺ യുവർ ബ്രോ, നിൻ്റെ തലയിൽ അതെല്ലാം ഇരുന്ന് വാടിക്കൊഴിഞ്ഞ് കരിഞ്ഞു പോവുകയുള്ളൂ. കാരണം അതെല്ലാം ഇവിടെ ഉപേക്ഷിക്കണം. എന്താ ഒരു ലൈനാത്. The garlands wither on your brow, then boast no more your mighty deeds. മൈറ്റി എന്ന് പറഞ്ഞ ശക്തി, നീ നിൻ്റെ ശക്തി കൊണ്ട് നേടിയെടുത്തത്, നീ സ്വയം അഹങ്കരിച്ചിരുന്ന നിൻ്റെ പ്രവൃത്തികൾ, ആ പ്രവൃത്തിയുടെ ഫലങ്ങൾ. അപ്പം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള, ഭൗതികമായിട്ടുള്ള, വേൾഡിലി ആയിട്ടുള്ള എല്ലാ അംഗീകാരങ്ങളും അധികാരങ്ങളും അലങ്കാരങ്ങളും എല്ലാം എന്തു ചെയ്യും? വാടിക്കരിഞ്ഞ് കൊഴിഞ്ഞ് നിൻ്റെ ശിരസിൽ നിന്നും അത് താഴെ പോയിരിക്കും. അപ്പോൾ ഡെത്ത് പർപ്പിൾ ഓൾട്ടർ നൗ സീ വേർ ദ വിക്ടിം ബ്ലീഡ്സ്. അതുപോലെ തന്നെ ഒരു ലൈനാണ്. ഡെത്ത് പർപ്പിൾ ഓൾട്ടർ, അവിടെ ഡെത്തിന് ക്യാപിറ്റലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഡെത്ത് എന്ന് പറയുന്ന ഒരു ഭയങ്കര ശക്തി, അതിന് പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ് അവിടെ എല്ലാം. ഡെത്തിൻ്റെ മുന്നിൽ പർപ്പിൾ ഓൾട്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും ആൾത്താര എന്നുള്ള മീനിങ് ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ രീതിയിൽ കൊടുക്കാം. കാരണം പർപ്പിൾ ഓൾട്ടർ എന്ന് പറയുമ്പം ബ്ലഡ് നമുക്കറിയാം, ബ്ലഡ് കുറച്ചൊന്ന് പെയിലാവും, കുറച്ച് അതിൻ്റെ ഒരു കളറിന് അല്പം ഒരു നീലിമ വരും. അപ്പോൾ അതിനാണ് പർപ്പിൾ കളർ എന്ന് പറയുന്നത്. അപ്പോൾ റെഡും അല്ല ബ്ലൂ അല്ല, അതിൻ്റെ ഒരു മിക്സഡ് കളറാണ്. ഇനി ഇതിന് വേറെ രീതിയിലൊന്ന് ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ഈ റെഡ് എന്ന് പറയുമ്പോഴത്തേനും അതൊരു വാംത്ത് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കുറച്ചും കൂടെ ഒരു പവറിൻ്റെ ഒരു സിമ്പലാണ്. അതേസമയത്ത് ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒരു കൂളസ്റ്റ് കളറാണ്, ഒരു കൂളായിട്ടുള്ളൊരു കളറാണ്. അത് നമ്മൾ കുറച്ചും കൂടെ ഒരു അല്ലാത്ത വിഭാഗത്തിൻ്റെ, അപ്പോൾ പവറിൻ്റെയും പൂവറിൻ്റെയും കൂടെ ഒരു മിക്സിങ് ആയിട്ടുള്ള ഒരു കളറായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാം. എന്തായാലും പർപ്പിൾ ഓൾട്ടർ നൗ ഒരു പക്ഷേ കൂടുതൽ സ്യൂട്ട് ചെയ്യുന്ന അതാണ്. കാരണം ആ പർപ്പിളെന്ന് എടുത്തു പറയുമ്പം തീർച്ചയായിട്ടും അവിടെ ഈ റെഡിൻ്റെയും ബ്ലൂവിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ. കാരണം റെഡ് പവറിൻ്റെ സിമ്പിളായിട്ടും മറ്റേത് കുറച്ചും കൂടെ കൂളായിട്ടുള്ള അല്ലാതെ സാധാരണക്കാരുടെ കോമണേഴ്സിൻ്റെ ഒരു സിമ്പിളായിട്ടും വേണമെങ്കിൽ നമുക്കതിനെ അങ്ങനെ ചിന്തിക്കാം. ആൻഡ് സീ വേർ ദ വിക്ടിം ബ്ലീഡ്സ്. അത് ഞാൻ പറഞ്ഞില്ലേ, വിക്ടർ എന്ന് പറഞ്ഞാൽ ഈ കാലം അത്രയും നീ അധികാരം ഉപയോഗിച്ച് വിജയം മാത്രം കരസ്ഥമാക്കിയ ആൾ, അല്ലെ വിജയിച്ചു. ആ വിജയിച്ച് നീയും എന്തായി? വിക്ടിമായി, പരാജിതനായി. ആരുടെ മുന്നിൽ? ഡെത്തിൻ്റെ മുന്നിൽ. അതാണ് ഞാൻ പറഞ്ഞത്, വേർ ദ വിക്ടർ ആൻഡ് വിക്ടിം. നീ തന്നെ, നീ വിജയിയായിരുന്നു ഇന്നലെ വരെ, പക്ഷേ ഇന്ന് നീയും പരാജിതൻ്റെ പട്ടികയിലേക്ക് നീങ്ങി. എൻ്റെ മുന്നിൽ നീ കീഴടങ്ങേണ്ടി വന്നു, മരണത്തിൻ്റെ മുന്നിൽ. ആൻഡ് യുവർ ഹെഡ് മസ്റ്റ് കം ടു ദ കോൾഡ് ടൂംബ്. അവിടെ ടോംബെന്ന് പ്രൊനൗൺസ് ചെയ്യരുത്, ടൂംബ്. നിൻ്റെ തലയും കുമ്പിടുന്നു. എവിടേക്ക് പോവാൻ? ടൂംബെന്ന് പറഞ്ഞാൽ ശവക്കല്ലറ. അവിടെയാണ് നിനക്ക് അന്ത്യവിശ്രമം, വേറെ എവിടെയും നിനക്ക് വിശ്രമിക്കാൻ പറ്റില്ല. only the actions of just smell sweet and blossom in the dust. only the actions of just, നീതിമാന് മാത്രം മരണമില്ല.
അവൻ്റെ ഭൗതിക ശരീരം പോയാലും അവനെന്ത് കിട്ടും? അത് കഴിഞ്ഞാണ് അവന് കൂടുതൽ കീർത്തിമാനാകുന്നത്. ഒൺലി ദ ആക്ഷൻസ് ഡീഡ്സ് ഓഫ് ജസ്റ്റ് നീതി, ഡീഡ്സ് പ്രവൃത്തി, ആക്ഷൻസ് പ്രവൃത്തി. അപ്പം നന്മയുടെ മാത്രം, അല്ലെങ്കിൽ നന്മ ചെയ്തു കഴിഞ്ഞാൽ സ്മെൽ സ്വീറ്റ് ആൻഡ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്. അത് ആ ശവക്കല്ലറയിൽ പോലും എന്ത് ചെയ്യും? ബ്ലോസം എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സ്. എന്നിട്ടോ സ്മെൽ സ്വീറ്റ്, അതിൻ്റെ സൗരഭ്യം, ആ നന്മയുടെ സൗരഭ്യം ലോകം മുഴുവനും വ്യാപിക്കും. അല്ലാതെ നീ എന്ത് നേടി, നിൻ്റെ ഭൗതിക നേട്ടങ്ങളൊന്നും ഒരു നേട്ടങ്ങളെയല്ല. നേട്ടങ്ങളെ എന്ന് പറയുന്നത് സത്യത്തിൽ ഇതാണ്. ഗാന്ധിജിയൊക്കെ നമുക്കറിയാം, മരണത്തിന് ശേഷവും അദ്ദേഹം എത്രയോ കാലമായി മരണപ്പെട്ടിട്ട്, പക്ഷേ ഇന്നും അദ്ദേഹത്തിൻ്റെ സൽപ്രവൃത്തിയുടെ ഇനി എത്രയോ കാലം ഈ പ്രപഞ്ചമുണ്ടോ ആ കാലം മുഴുവനും അദ്ദേഹം ഇനിയും അറിയപ്പെടുന്നു. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സാരാംശം.